ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നോക്കൂ, നല്ല മഞ്ഞ. ഇപ്പോൾ സമയത്തായി ഒന്നും ആയില്ല അല്ലേ? 7 മണിയാകുന്നേ ഉള്ളൂ. ഞാനൊരു 6 മണിയായി പോകുന്ന നല്ല ഇരുട്ടത്താണ്. ഇപ്പോൾ നല്ല മഞ്ഞ. ഓക്കെ, നമ്മളെ മോർണിംഗ് വാക്കും എക്സസൈസൊക്കെ തുടരുക. പിന്നെ നമ്മൾ 50 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക, വെള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കപ്പ, കാച്ചിൽ, അപ്പം, ദോശ, ഇഡലി. ഗുഡ് മോർണിംഗ്. വെള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. പിന്നെ കൺട്രോൾ എടുക്കുന്ന ഭക്ഷണത്തിന് അളവ് കുറയ്ക്കുക. നമ്മുടെ ബോഡിയിൽ ഒത്തിരി റിസർവ് ഉണ്ട്. 50 വർഷം ജീവിച്ചപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ആവശ്യത്തിനുള്ള ഊർജ്ജം സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്ത് അവർ ജീവിച്ചോളും. അധികം ഭക്ഷണം കഴിക്കേണ്ടതില്ല. ഓക്കെ, ഡയബറ്റിക്, പ്രഷർ, അതൊക്കെ നമുക്ക് മരുന്ന് കഴിക്കണം. മരുന്നില്ലാതെ മാറ്റാവുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി. എക്സസൈസ് ചെയ്യുക, ഫുഡ് കൺട്രോൾ ചെയ്യുക, മെഡിസിൻ എടുക്കുക. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പം ഒത്തിരി ഭിഷഗ്വരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ചുമ്മാ അങ്ങ് പറയുക. നിങ്ങളെന്തൊക്കെ, ഞാനെല്ലാം 3 മാസം കൂടുമ്പോഴും മെഡിക്കൽ ടെസ്റ്റ് നടത്തും, ഡോക്ടറെ കാണും. അല്ലാതെ ചുമ്മാ ഒരു അന്ധമായിട്ടൊന്നും പറയുന്ന ആളല്ല. അങ്ങനെ ചെയ്യരുത്. ഒത്തിരി യൂട്യൂബർമാർ വന്നിട്ട് അടിച്ച് വിടുന്ന കേൾക്കാം. ഒരു ഡോക്ടർ പോലും അല്ലാത്ത ആൾ കഴിഞ്ഞ ദിവസം കൊളസ്ട്രോളിനെ പറ്റി ക്ലാസ് എടുക്കുന്നുണ്ട്. അല്ലേ, ഇപ്പം യൂട്യൂബ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്നിരുന്നാലും അതിൻ്റെ ഓതൻറ്റിക്കേഷൻ ഇല്ലല്ലോ. ഇപ്പോൾ ഈ വേണ്ടത്ര അറിവില്ലാത്തവർ അതൊക്കെ കയറി ഫോളോ ചെയ്ത് കളയേ. അപ്പം അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്നത് അതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം നടത്തി. അപ്പോൾ അതിനകത്ത് ചില ന്യൂനതകൾ കണ്ടപ്പോൾ ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ സ്വയാർജിത ശേഷി കൊണ്ട് അത് അപഗ്രഹിക്കാനുള്ള കഴിവില്ലാത്തവരെ വീണു പോകത്തില്ലേ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഡയബറ്റിക്കും പ്രഷറും കൊളസ്ട്രോളും അത് നമ്മളെ ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി കൊണ്ട് മാറ്റാവുന്നതുമാണ്. പക്ഷേ എന്നാലും ഒരു ഗൗരവപൂർണമായൊരു വീക്ഷണം വേണം. പരിശോധിക്കണം. ഒരു ഭിഷഗ്വരൻ്റെ സഹായം തേടണം. അപ്പം നമുക്ക് ഷുഗർ കൂടുതലെങ്കിൽ ഷുഗറിൻ്റെ മരുന്ന് തരികയില്ല, പ്രഷർ കൂടുതൽ പ്രഷർ മരുന്ന് തരിക. പക്ഷേ നമ്മളത് എക്സാമിൻ ചെയ്യണം. കാരണം വൺസ് നമ്മുടെ ബോഡിയിൽ അത് പ്രതിഫലിച്ച് കണ്ടതാണല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. വി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാൻ 34 വർഷമായി ഡയബറ്റിക്കായിട്ട്. ഇപ്പോഴും നമ്മൾ പച്ചയായിട്ട് നടക്കുന്നില്ലേ. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ വലിയ ആളാന്ന് കാണിക്കാനല്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ സാധാരണ മനുഷ്യൻ. പക്ഷേ നിങ്ങൾക്കും ഇങ്ങനെ ആകാം. ഡയബറ്റിക് വന്നു, കുടുംബം നശിച്ചു എന്നൊക്കെ പരിഹരിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രഷർ വന്നു, ഒന്നുമില്ല. നിങ്ങളൊരല്പം മെനക്കെടുക. ഒരു 5:30, ഞാൻ 4:30 ആകുമ്പോൾ എഴുന്നേൽക്കുക. 5:30 ആകുമ്പോൾ എഴുന്നേൽക്കുക. ചൂടുവെള്ളം കുടിച്ച് പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വിശ്വാസമുള്ളവരാണെങ്കിൽ അല്പനേരം പ്രാർത്ഥിക്കുക. അതിനുശേഷം ഒരു 6 മണിയോടുകൂടി ഒരു മണിക്കൂർ സമയം നടക്കുക. ഞാൻ 1.25 മണിക്കൂർ നടപ്പും എക്സർസൈസും കൂടെ 1.25 മണിക്കൂർ എടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പം അതൊക്കെ ക്രമേണ ആയിക്കോളൂ. തുടക്കത്തിൽ അത്രയൊന്നും വേണ്ട. ഒരു സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ 45 മിനിറ്റ് കണ്ടിന്യൂസ് വോക്കാണ് പറയുന്നത്. അത് വലിയ സ്പീഡിലൊന്നും വേണ്ട, മീഡിയം സ്പീഡ് മതി. അതിൻ്റെ ശാസ്ത്രീയ ഗവേഷണങ്ങളൊക്കെ വന്നിരിക്കുന്നു. മെല്ലെ നടന്നാലും മതിയെന്നൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നു. അതായത് വലിയ പണ്ടൊക്കെ ഡോക്ടേഴ്സ് പറയും കൈ വീശി നടക്കണമെന്നൊക്കെ പറയും. അപ്പം അതില്ലെങ്കിലും കുഴപ്പമില്ലെന്നായി. പക്ഷേ 45 മിനിറ്റ്സ് കണ്ടിന്യൂസ് വോക്ക് ഉണ്ടാകണം. പിന്നെ ഡൂ സം എക്സസൈസ്. വലിയ ബാലികേറാൻ മേലെ നമുക്കറിയാം, സിമ്പിൾ ചെയ്യുക. അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിലേക്കൊരു ഒരാഗ്രഹം വരുമ്പം യൂട്യൂബിലൊക്കെ നോക്കി നിങ്ങൾക്ക് പറ്റിയ ഒരു 5-10 എക്സസൈസ് കൂടെ ചെയ്യുക. അതായത് ഞാൻ ചെയ്യുന്നത് പെരുവിരൽ മുതൽ നമ്മുടെ ശിരസ് വരെയുള്ള എക്സസൈസുകളാണ് ചെയ്യുന്നത്. ബോഡിയുടെ മസിൽസ് എല്ലാം വർക്ക് ചെയ്യണം. മനസ്സിലായി? എല്ലാ മസിൽസിനും ഉപയോഗിക്കാത്ത മസിലെല്ലാം നശിച്ചു. നിങ്ങൾക്കറിയാം, ഈ കാലൊക്കെ പണ്ട് പ്ലാസ്റ്റർ ഇടുമ്പോൾ ഡോക്ടർമാർ പറയും പ്ലാസ്റ്റർ ഇട്ടാണേലും ഒന്ന് അനക്കിക്കോളാൻ പറയും. എന്നാ മസിൽ ഡെഡായിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം ഏതെങ്കിലും റുട്ടീൻ മാത്രം ചെയ്താൽ പോരാ. കൈയുടെ വിരലുകൾക്ക്, കാലിൻ്റെ വിരലുകൾക്ക്, മസിലുകൾക്ക്, ബോഡിക്ക്, കണ്ണിന്, അരക്കെട്ടിന്, ശരീരത്തിന് എല്ലാ ഭാഗത്തും പ്രഷർ ചെല്ലണം. ആ
ആ മസിലൊന്ന് വലിയണം. ഇതിന് ഉപയോഗമുണ്ടെന്ന് ശരീരത്തിന് തോന്നണം. നമ്മുടെ ശരീരം എന്നൊരു മഹാ കമ്പ്യൂട്ടറാണ്. നമ്മൾ കൊടുക്കുന്ന മെസ്സേജാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. നമ്മുടെ ആഗ്രഹം അനുസരിച്ചാണ് ഈ കമ്പ്യൂട്ടർ വർക്ക്. നിങ്ങൾക്കറിയാമോ, യൂട്യൂബൊക്കെ സ്ഥിരം കാണുന്നവർ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയമായിരിക്കും. ഗുഡ് മോർണിംഗ്. പ്രാർത്ഥിച്ചോ? എനിക്ക് വേണ്ടി കൊണ്ട് പ്രാർത്ഥിച്ചോ? താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയമായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ബോഡി ഒരു ഹ്യൂമൻ ബീയിങ്ങിന് അവൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ ആ ഒരു ആവശ്യത്തിനനുസരിച്ചാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല ഡ്രൈവറാണെങ്കിൽ അവൻ്റെ ബോഡി എപ്പോഴും വിജിലായിരിക്കും. വണ്ടി ഓടിക്കും, വണ്ടി എതിരെ വന്നാൽ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവൻ്റെ ബോഡി, അവൻ്റെ തലച്ചോറിൽ നിന്ന് പോകുന്ന സംജ്ഞകൾ അങ്ങനെയായിരിക്കും. നല്ലൊരു ഓഫീസറാണ്, ഒരു ക്ലറിക്കൽ ഓഫീസർ, ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവന് നിയമങ്ങളും നിയമത്തിൻ്റെ സെക്ഷനും സബ് സെക്ഷൻസും ഓരോ വിഷയങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു അപേക്ഷ മുമ്പിലേക്ക് വരുമ്പോൾ അവൻ്റെ മനോമുഖരത്തിൽ ഈ റൂളുകൾ ഇങ്ങനെ തെളിഞ്ഞു വരും. അങ്ങനെ നമ്മുടെ ശരീരം. അപ്പം നമ്മൾ ഇഫ് ആർ സ്പെയർ സം ടൈം ഫോർ വാക്കിംഗ് ആൻഡ് ഡൂയിങ് എക്സസൈസ്, നാച്ചുറലി അവർ ബോഡി വിൽ സർവൈവ്, കയറി വരും. അവനത് നമ്മളെ പ്രേരിപ്പിക്കും. ഇന്ന എക്സസൈസ് നല്ലതാണ്, അല്ല ഇങ്ങനെ നടന്നത് നല്ലതാണ്. നമ്മുടെ ശരീരം തന്നെ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ അത്തരത്തിൽ നാം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഉണർവുണ്ടാവും. നേരം വെളുത്ത് എഴുന്നേറ്റിരുന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടാകും. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നല്ല ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് വന്ന് കിടന്നുറങ്ങി, കമ്പിളി പുതപ്പിനടി കിടന്നുറങ്ങി, കുറേ കാലം ഉറങ്ങി, ഒരു ദിവസം എഴുന്നേൽക്കാൻ പറ്റത്തില്ല, സ്ത്രീ ആയാലും പുരുഷനായാലും. സോ ഗുഡ് മോർണിംഗ്. സോ വി മസ്റ്റ് ഡു സം എക്സസൈസ്, വി മസ്റ്റ് ഡു ടേക്ക് സം ടാസ്ക് ഫോർ അവർ ബോഡി. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്നാണെന്നറിയോ? 1 ലക്ഷം 2 ലക്ഷം കൊടുത്ത് സ്റ്റെൻറ്റ് ഇടണ്ട, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണ്ട, ആൻജിയോഗ്രാം ചെയ്യണ്ട, ഇൻസുലിൻ കുത്തണ്ട, എന്തെല്ലാം നേട്ടമല്ലേ. ആകെപ്പാടെ ഒരു 1-1.5 മണിക്കൂർ നമ്മൾ ചിലവഴിക്കുന്നു. അതുകൊണ്ടുള്ള ഗുണം ഫാമിലി ബഡ്ജറ്റിലാണ് വരുന്നത്. ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ മിനിമം 1 ലക്ഷം രൂപ ആകുകയല്ലേ ഒരു ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്ത്, അല്ലെ സ്റ്റെൻറ്റ് ഇട്ടൊക്കെ ഇറങ്ങുമ്പോൾ. അതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കാൻ പറഞ്ഞാൽ സ്ഥിരം എടുക്കണ്ടേ. ഇതൊന്നും വേണ്ട. യു മസ്റ്റ് സ്പെയർ സം ടൈം ഫോർ വാക്കിംഗ് ആൻഡ് എക്സസൈസ്, ഡു സം എക്സസൈസ്. ദി മീൻ ടൈം ഒരു കാരണവശാലും പുകവലിയോ അതുപോലെ മദ്യപാനമോ ചെയ്യാൻ പാടില്ല. ഈ ചൂടത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങളിപ്പം യൂറോപ്പിലൊക്കെ പോകുമ്പം മദ്യം കഴിക്കണം. അവിടെ ഗവൺമെൻറ്റല്ലേ ഫ്രീ ആയിട്ട് തരും. എന്നാ അറ്റാക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. അല്ല നമ്മുടെ നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനെ കാണാൻ പോയി കഴിഞ്ഞു. അത് കണ്ടതുകൊണ്ട് ഞാൻ ശാസിച്ചത് നിർത്തിച്ചു. പുള്ളി എന്തോ ഇങ്ങനെ തിരുമ്മി വായിൽ വെക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചോളൂ, ഇത് ക്യാൻസറാണ്. ഇതാ കുപ്പിച്ചില്ലാത്തതാണ് തന്നെ, ഇവൻ തന്നെ പുകയില വീട്ടിൽ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ നിർത്തിച്ചു. അതായത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന സംഭവമാണത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ ഗൈസ്. അപ്പം ഒരു കാരണവശാലും നമ്മളത് ചെയ്യരുത്. ഈ പുകയില ഉൽപ്പന്നം എന്ന് പറയുന്ന സാധനം ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ്. ഞാനേ പലപ്പോഴും ഈ രോഗി സന്ദർശനത്തിനും ഒക്കെ മെഡിക്കൽ കോളേജിലൊക്കെ പോവും, ക്യാൻസർ വാർഡിലൊക്കെ പോവും. നിങ്ങളൊന്ന് പോകണമെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ നാട്ടിലെ പല മാന്യന്മാരും അവിടെ കസേര ഇരിക്കുന്നതും ബെഡേ കിടക്കുന്നതും കാണുന്നത്. ഒരു നാട്ടിൽ നമ്മൾ പറയത്തില്ല എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന്. ഞാൻ പുക വലിച്ചു അങ്ങനെ ഇങ്ങനെ നമുക്ക് വാചടിക്കുന്ന പാർട്ടി അവിടെ ചെന്നിങ്ങനെ കവിളിൻ്റെ ഈ മോണയുടെ അവിടെയൊക്കെ ക്യാൻസറായിട്ടൊക്കെ നമുക്ക് വാസ്തവത്തിൽ സങ്കടം വരും. നമ്മൾ ആരായാലും എത്ര ആരോഗ്യമായാലും വല്ലപ്പോഴും ഒന്ന് കാണണം ഇതൊക്കെ, എങ്കിലും നമ്മൾ മുന്നറിയിപ്പ് സ്വീകരിക്കത്തുള്ളൂ. പുക വലിക്കരുത്, മദ്യപിക്കരുതെന്നൊക്കെ പറയുമ്പം പുച്ഛമാണ്. പക്ഷേ അറിയാമോ, പുക വലിക്കുമ്പോൾ നമ്മുടെ ലങ്സ് കരയുകയാണ്. എത്ര ഡിഗ്രി സെൽഷ്യസുള്ള ചൂടാണെന്നറിയോ ഈ പുകയിലൂടെ അങ്ങോട്ട് ചെല്ലുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു സൂചി കൊണ്ട് കുത്തിയിട്ട് നിങ്ങൾക്കൊരു സുഖം കിട്ടും, നിങ്ങളെ കുത്തിക്കൊണ്ടിരിക്കുമോ? ആ കുത്തിനേക്കാൾ എത്രയോ ഭയങ്കരമാണ് ഈ പുക. സിഗരറ്റിൻ്റെ ചൂടിനെ പറ്റി ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി ഓഫ് ഹീറ്റ് ഫ്രം സ്മോക്കിംഗ് സിഗരറ്റ് അടിച്ചു കൊടുത്തേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിച്ചാലും മതി, അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചാലും മതി. നിങ്ങളുടെ വാട്സപ്പിൽ ഡയറക്റ്റിൽ ചെയ്യണം. അതിലുണ്ട് കൂടുതൽ. ഇപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കയറിയാൽ. അപ്പം ആ സെൽഷ്യസ് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ വരണ്ടു.
പുക വലിക്കരുതെന്നുള്ള കാര്യം ഞാൻ പറയുന്നത്. ലങ്സിനെ അങ്ങനെ കത്തിച്ച് കളഞ്ഞിട്ടുള്ള സുഖം നമുക്ക് വേണ്ട. അതുപോലെ തന്നെ വായ്ക്കുള്ളിൽ ഏറ്റവും ടൈനി ടിഷ്യൂസാണ് നമ്മുടെ വായ. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ നാവിനുള്ളിലെ വായ്ക്കുള്ളിലെ ടിഷ്യൂസൊക്കെ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ അന്നേരം അതിൻ്റെ ഇഫക്റ്റ് അറിയണം. മധുരമാണോ പുളിയാണോ കയ്പ്പാണോ അറിയണം. അങ്ങനെ ചെയ്യും. അപ്പോൾ അതിനകത്തോട്ടായി ഈ പുകയിൽ അങ്ങോട്ട് ചുരുട്ടി അങ്ങോട്ട് വെക്കുന്നത്. ക്യാൻസർ വരികയല്ലേ. അതുകൊണ്ട് ചെയ്യരുത് പൊന്നെ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് കണ്ടപ്പം മറക്കാൻ പുള്ളിക്ക് പറ്റിയില്ല. പെട്ടെന്ന് ഞാൻ അപ്രതീക്ഷിതമായി കയറി ചെന്നപ്പം ഞാൻ കണ്ടുപിടിച്ചതാണ്. ഞാൻ പറഞ്ഞു ചെയ്യരുതെന്ന് പറഞ്ഞ് ഉപദേശിച്ച കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇനിയും ചെയ്താൽ അയാൾ അനുഭവിക്കും, അത്ര തന്നെ. പക്ഷേ അത് വരാതിരിക്കും. നമ്മുടെ സുഹൃത്തല്ലേ. അതുകൊണ്ട് പുകവലി, മദ്യപാനം നമുക്ക് നമ്മുടെ ഈ ചൂടത്ത്, ഈ രാജ്യത്തെ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട രാജ്യത്ത് മദ്യമൊക്കെ കഴിച്ച് തലയും കുത്തി കിടക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ ഈ മദ്യപാന ശീലം ഒരുമാതിരി എഡ്യൂക്കേറ്റഡ് ക്ലാസ്സൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. എഡ്യൂക്കേറ്റഡ് യൂത്തൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ സാധാരണ വിദ്യാഭ്യാസത്തിൽ ഡ്രോപ്പ് ഔട്ട് ആകുന്നവരും അല്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് അജ്ഞത കൊണ്ടാണ് കഴിക്കുന്നത്. അജ്ഞത കൊണ്ടാണ്. പറഞ്ഞു കൊടുക്കണം അറിവുള്ളവർ. അത് ചെയ്യരുത്. നമ്മൾ പറയത്തില്ല. വല്ലവൻ്റെയും ഇപ്പോൾ തങ്കപ്പൻ്റെയോ തോമാച്ചൻ്റെയോ അഹമ്മദിൻ്റെയോ കൊച്ചല്ലേ നമ്മുടെ വിചാരം. അവൻ എങ്ങനെയും പോട്ടെ. അങ്ങനെയല്ല. അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അത് ചെയ്യരുത്, പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ. അവൻ ജീവിതത്തിൽ എന്തെല്ലാം നല്ല കാര്യം ചെയ്യാനുള്ളവനാണ്. മദ്യപിച്ചും പുകവലിച്ചും ക്യാൻസർ വന്ന് മരിക്കുന്നതിലും നല്ലത് നമുക്ക് അന്തസ്സായിട്ട് ജീവിച്ച് നമ്മുടെ മക്കളൊക്കെ ഉയർന്ന് നല്ല നിലവാരത്തിൽ വരുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുന്നതല്ലേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.